നമസ്കാരം. ലൈഫ് ഓഫ് ലക്ഷ്യയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ ഓഗസ്റ്റ് 5 നാളെ മുതൽ ഒരു മാസക്കാലം ചില നക്ഷത്രക്കാർക്ക് വളരെ സൗഭാഗ്യത്തിൻ്റെ കാലമാണ്, വളരെ നേട്ടങ്ങളുടെ കാലമാണ്. ഇതുവരെ ഉണ്ടായിരുന്ന കഷ്ടനഷ്ട ദുഃഖങ്ങളൊക്കെ മാറി അടുത്ത വരുന്ന ഒരു മാസം വളരെ ഐശ്വര്യത്തിൻ്റെ ദിനങ്ങളായിരിക്കും. അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഓഗസ്റ്റ് 5 മുതൽ വരുന്ന ഒരു മാസം വളരെ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുകയും ഭാവിയിലേക്ക് പല പദ്ധതികളുമൊക്കെ തയ്യാറാക്കാനുമൊക്കെ സാധിക്കുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, മറ്റുള്ളവരിലേക്ക് കൂടി അറിവുകൾ എത്തട്ടെ. അപ്പോൾ ഓഗസ്റ്റ് 5 നാളെ മുതൽ ഭാഗ്യം, ഒരു മാസക്കാലം ഭാഗ്യം അനുകൂലമായി വരുന്ന നക്ഷത്രക്കാരൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഓഗസ്റ്റ് 5 മുതൽ വരുന്ന ഒരു മാസത്തേക്ക് ഭാഗ്യം അനുകൂലമായി വരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ കാർത്തികയാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ഉയർച്ചയുടെ സമയമാണ്, നേട്ടങ്ങളുടെ സമയമാണ്. കഷ്ടതകൾ, നഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ, ഒരുപാട് നാളെ വളരെ പ്രശ്നങ്ങളൊക്കെ സാമ്പത്തികമായിട്ടായാലും അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾക്കിടയിലുള്ളതായാലും പല പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് കാർത്തിക നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാർക്ക് നാളെ മുതൽ, അതായത് ഓഗസ്റ്റ് 5 മുതൽ നേട്ടങ്ങളുടെ കാലമാണ്, സൗഭാഗ്യങ്ങളുടെ കാലമാണ്. ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് അടുത്ത ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് ക്ഷേത്ര ദർശനം ഒന്ന് നടത്താൻ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ എപ്പോഴും പറയുന്നതാണ്, താൻ പാതി ദൈവം പാതി. ഭാഗ്യം പകുതി ഉള്ളപ്പോൾ നമ്മളാൽ ചില പ്രവൃത്തികൾ ചെയ്യേണ്ട കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷേത്ര ദർശനം നടത്തുക. നിങ്ങൾക്ക് ഈ വരുന്ന ഒരു നാളെ മുതൽ വരുന്ന ഒരു മാസത്തേക്ക് കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെ സാമ്പത്തിക ഉന്നതിയുടെ കാലമാണ്. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. രോഹിണി നക്ഷത്രക്കാർക്കും ഓഗസ്റ്റ് 5, അതായത് നാളെ മുതൽ ഒരു മാസക്കാലത്തേക്ക് സൗഭാഗ്യത്തിൻ്റെ ഒരു കാലമാണ്. ഒരുപാട് ഭാഗ്യങ്ങൾ നിങ്ങളെ തേടി എത്തുന്ന ഒരു കാലമാണ്. നേടാനായി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതൊന്നും നിങ്ങളാൽ നേടാൻ സാധിക്കാതെ വളരെ മനോവിഷമം നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നു. ആ നക്ഷത്രക്കാർക്ക്, ആ വ്യക്തികൾക്ക്, രോഹിണി നക്ഷത്രക്കാരായ നിങ്ങൾക്ക് ഈ വരുന്ന നാളെ മുതലുള്ള ഒരു മാസക്കാലം വളരെയേറെ സൗഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒക്കെ സമയമാണ്. മക്കളിൽ നിന്നൊക്കെ വളരെ ശുഭകരമായ, അവർക്ക് ജോലി കിട്ടുന്ന, അവരുടെ വിവാഹ കാര്യങ്ങൾ, പല ശുഭകരമായ വാർത്തകളും നിങ്ങളാൽ ശ്രവിക്കാൻ സാധിക്കും, അവർക്ക് നിങ്ങളാൽ നേടിക്കൊടുക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് നാളെ മുതൽ. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് 5, അതായത് നാളെ മുതൽ ഭാഗ്യത്തിൻ്റെ ഒരു സമയമാണ് വരുന്ന ഒരു മാസക്കാലം. ഭൂമി വസ്തുക്കൾ, അതായത് ഒരുപാട് നാളെ ചില വസ്തുക്കളൊക്കെ വിൽക്കാതെ ഇങ്ങനെ നീങ്ങി പോകുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക്, അതുപോലെ വാങ്ങിക്കാൻ, ഭൂമി വാങ്ങിക്കാൻ, വസ്തുവകകൾ വാങ്ങിക്കാൻ, വാഹനമൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിച്ചിട്ട് നടക്കാതെ, അത് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാവാം, അല്ലാതെയാവും, നടക്കാതെ മുന്നോട്ട് ദിവസങ്ങൾ നീണ്ടു പോയിക്കൊണ്ടിരുന്ന ആളുകൾക്കൊക്കെ നാളെ മുതൽ വരുന്ന ഒരു മാസക്കാലം നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യങ്ങളും നിങ്ങളുടെ കൈപ്പിടി ഒതുക്കാൻ കഴിയുന്ന ഒരു അവസരമാണ് അടുത്ത ഈ നാളെ മുതൽ വരുന്ന ഒരു മാസക്കാലം വിശാഖം നക്ഷത്രക്കാർക്ക്. അടുത്ത നക്ഷത്രം പൂരാടമാണ്. ഓഗസ്റ്റ് 5 മുതൽ വരുന്ന ഒരു മാസക്കാലം ഭാഗ്യം വരാൻ പോകുന്ന നക്ഷത്രക്കാരിൽ പൂരാടമാണ്. വളരെ ഭാഗ്യത്തിൻ്റെ സമയമാണ്. കുറച്ച് നാളുകളായി കോടതി സംബന്ധമായ പല കേസുകൾ, അതായത് കുടുംബ വഴക്കുകളാകാം, അല്ലെങ്കിൽ വസ്തുതർക്കങ്ങളാവാം, പല കേസുകളാൽ നിങ്ങൾ വലയുന്നുണ്ടായിരുന്നു. ആ കേസിനൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി വിധി ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നേടാൻ കഴിയുന്ന ഒരു സമയമാണ്. എന്താ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ അതിനൊരു അടിത്തറ ഉണ്ടാക്കി വെക്കാനൊക്കെ ഒന്ന് ശ്രമിക്കുക. കാരണം ഇപ്പോൾ ചെയ്യുന്ന ഈ ഒരു നല്ല സമയമായതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തിനിപ്പോൾ മുന്നിട്ടിറങ്ങിയാലും അത് നിങ്ങൾക്ക് മുന്നോട്ടുള്ള സമയങ്ങളിൽ അതിന് മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഈ മാസം ഒരു തുടക്കത്തിന് പറ്റിയ സമയമാണ്. ഈ തുടങ്ങി വെക്കുന്നത് പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് പൂരാടം നക്ഷത്രക്കാർക്ക്. ഓഗസ്റ്റ് 5 നാളെ മുതൽ ഭാഗ്യം, ഒരു മാസക്കാലം ഭാഗ്യം അനുകൂലമായി വരുന്ന നക്ഷത്രക്കാരിൽ അടുത്ത നക്ഷത്രം ചതയമാണ്. ഭാഗ്യത്തിൻ്റെ ഒരു സമയമാണ് നിങ്ങൾക്ക് നാളെ മുതൽ ഒരു മാസക്കാലത്തേക്ക്. കഷ്ടതകൾ എല്ലാം നീങ്ങുന്ന ഒരു സമയമാണ്. ഒരുപാട് മരുന്നുകളും മറ്റും ആരോഗ്യ പ്രശ്നങ്ങളാൽ വലയുന്ന ആളുകൾക്കുള്ള നല്ലൊരു മാറ്റം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ആ മരുന്നുകളെല്ലാം കഴിച്ച് നിങ്ങൾ ഇരട്ടി പ്രശ്നങ്ങളിലേക്കും മാനസിക ബുദ്ധിമുട്ടുകളിലേക്കും ഒക്കെ പോകുന്നുണ്ട്. കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആ ദുഃഖങ്ങളൊക്കെ മാറി നല്ല ഒരു ജീവിതം നിങ്ങൾക്ക് സാധ്യമാകുന്ന സമയമാണ്. കുടുംബക്ഷേത്രത്തിൽ പോയി ഇഷ്ടദേവത ആരാണോ അവരെ പ്രാർത്ഥിക്കുക. അതോടൊപ്പം കുടുംബക്ഷേത്രത്തിൽ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ നടത്തി ഒന്ന് പ്രാർത്ഥിക്കാനും മാസത്തിൽ ഒരിക്കൽ ഒന്ന് അവിടെ പോയി ദർശനം നടത്താൻ കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നാളെ ഓഗസ്റ്റ് 5 മുതൽ അടുത്ത ഒരു മാസക്കാലത്തേക്ക് ഭാഗ്യങ്ങൾ അനുഗ്രഹമായി
ഭാഗ്യം എപ്പോഴും തുണയായിട്ടുണ്ടാകുന്ന നക്ഷത്രം അടുത്തത് അത്തമാണ്. ഉയർച്ചയുടെ ഒരു മാസമാണ് അത്ത നക്ഷത്രക്കാർക്ക്. കടങ്ങളൊക്കെ നീങ്ങുന്ന ഒരു സമയമാണ്. കടങ്ങളാലും ബാധ്യതകളാലും ഒരുപാട് നിങ്ങൾ വലയുന്നുണ്ട്. അതൊക്കെ ഒന്ന് നീങ്ങുമെന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് ഈ മാസം സമ്പത്ത് വരികയും ആ കടങ്ങളെയൊക്കെ നീക്കി നിങ്ങൾ ആ കടങ്ങൾ വീട്ടാൻ കഴിയുന്ന ഒരു സമയമാണ് നിങ്ങളുടെ മുന്നിൽ ഈ മാസം വന്നിരിക്കുന്നത്. അപ്പോൾ ഉയർച്ചയുടെ ഒരു സമയമാണ്. സന്താനങ്ങളിൽ നിന്ന് വളരെ സന്തോഷകരമായ വാർത്തകൾ ശ്രവിക്കാനും അവരോടൊപ്പം നിങ്ങൾക്ക് സമയം ചിലവഴിക്കാനും ഒക്കെ കഴിയുന്ന ഒരു സമയമാണ്. അവരുടെ ആഗ്രഹങ്ങളൊന്നും നിറവേറ്റാൻ കഴിയാതിരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ വന്നുകൊണ്ടിരുന്നത്. കാരണം സാമ്പത്തികമായ പരാധീനതകൾ, കടങ്ങൾ, ദുഃഖങ്ങളൊക്കെ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നതാണ്. ആ ഒരു ദുഃഖങ്ങൾക്കും ഒക്കെ നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകുന്ന ഒരു മാസമാണ് അത്തം നക്ഷത്രക്കാർക്ക് ഈ വന്നിരിക്കുന്നത്. നാളെ ഓഗസ്റ്റ് 5 മുതൽ അങ്ങോട്ടുള്ള ഒരു മാസത്തേക്ക്. അപ്പോൾ വളരെ മാറ്റങ്ങൾ നിങ്ങൾക്ക് സ്വയം തന്നെ മനസ്സിലാക്കിയെടുക്കാനും നിങ്ങളായ കുടുംബത്തിലുള്ളവർക്കും സന്തോഷിക്കാനുള്ള വകകളൊക്കെ ഉണ്ടാകുന്ന ഒരു മാസമാണ് അത്തം നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് 5 മുതൽ വരുന്ന ഒരു മാസക്കാലം. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്കും ഭാഗ്യത്തിൻ്റെ ഒരു സമയമാണ് നാളെ ആഗസ്റ്റ് 5 മുതൽ തുടങ്ങാൻ പോകുന്നത്. നേട്ടങ്ങളുടെ സമയം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രത്തോളം നേട്ടങ്ങളുടെ ഒരു സമയം തന്നെയാണ് നിങ്ങൾക്കും വന്നിരിക്കുന്നത്. കഷ്ടപ്പാടുകൾ മാറുകയാണ്. നിങ്ങൾ ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആ ദുഃഖ ദുരിതങ്ങൾ, മാനസിക വ്യതകളിലേക്കും നിങ്ങൾ പുറത്തു പറയാൻ സാധിക്കാത്ത ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആരോടും പറയാൻ പറ്റുന്നില്ല. സഹായത്തിന് ആരും ഇല്ലാത്തൊരു അവസ്ഥയിലൂടെയൊക്കെയാണ് നിങ്ങളിപ്പോൾ കടന്നു വന്നിരുന്നത്. ഉത്രട്ടാതി നക്ഷത്രക്കാർ മാനസികമായി വളരെ പിരിമുറുക്കം അനുഭവിച്ചുകൊണ്ടിരുന്ന കുറച്ച് ദിനങ്ങളും കുറച്ച് മാസങ്ങളും ഒക്കെയാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ നാളെ ഓഗസ്റ്റ് 5 മുതൽ ഈ വരുന്ന ഒരു മാസക്കാലം ആ ദുരിതങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് അകന്നു പോവുകയും മുന്നോട്ടുള്ള ഭാവി ജീവിതത്തിൽ ഭാഗ്യകരമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്ത് പൂർത്തീകരിക്കാൻ സാധിക്കുകയും മുന്നോട്ടുള്ള ജീവിതത്തിൽ തങ്ങളുടെ മക്കൾക്കായാലും തങ്ങളുടെ കുടുംബത്തിലെ മറ്റു അംഗങ്ങൾക്കും സന്തോഷകരമാവുന്ന പല രീതിയിലുള്ള വകകളും സമ്പാദിച്ചു വെക്കുവാനും കഴിയുന്ന ഒരു ദിവസമാണ്, ഒരു മാസക്കാലമാണ് നിങ്ങളുടെ മുന്നിലോട്ട് നാളെ ഓഗസ്റ്റ് 5 മുതൽ ഒരു മാസക്കാലത്തേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഓഗസ്റ്റ് 5 മുതൽ വരുന്ന ഒരു മാസക്കാലം ഭാഗ്യം അനുകൂലമായി വരുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിൽ കാർത്തിക, രോഹിണി, വിശാഖം, പൂരാടം, ചതയം, അത്തം, ഉത്രട്ടാതി ഇത്രയും നക്ഷത്രക്കാരാണ് ഉള്ളത്. ഈ നക്ഷത്രക്കാർക്ക് വളരെ നല്ലൊരു സമയമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ നിങ്ങൾ ഇഷ്ടദേവതാ പ്രീതി വരുത്താനും അതോടൊപ്പം തന്നെ കുടുംബ ക്ഷേത്ര ദർശനം നടത്താനും നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ നടത്താനും ശ്രമിക്കണം. അതോടൊപ്പം അടുത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും വഴിപാട് നടത്താൻ ഇത്രയും നക്ഷത്രക്കാർ ഒന്ന് ശ്രമിക്കുക. ഐശ്വര്യങ്ങൾ നമ്മളിലേക്ക് അധികരിച്ചു വരുമ്പോൾ ഭഗവാന്റെ കൃപ നമ്മളിലേക്ക് കൂടുതലായി വരേണ്ടത്, നമ്മൾ ഭഗവാനിലേക്ക് മനസ്സർപ്പിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് കുടുംബ പരദേവതയെ കണ്ട അനുഗ്രഹം വാങ്ങിക്കുന്നതിനോടൊപ്പം തന്നെ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ, ഭസ്മാഭിഷേകമാകട്ടെ അല്ലെങ്കിൽ വേല്, നിങ്ങളുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് ആ വഴിപാടുകൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഇത്രയും നക്ഷത്രക്കാർ ഈ ഒരു മാസം നിങ്ങളുടെ ഫലം അധികരിച്ച് നിങ്ങളിലേക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു വരുന്നതിന് വേണ്ടി ഈ ഒരു മാസക്കാലം ഈ നക്ഷത്രക്കാർ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ദിവസം അടുത്തുള്ള ക്ഷേത്രമാണെങ്കിൽ ആൺകുട്ടികൾക്കൊക്കെ പോകാവുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും ഈ മാസത്തിൽ ഒരിക്കലെങ്കിലും അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയി നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ നടത്താൻ കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.